RRBൻ്റെ അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് രണ്ടാം ഘട്ട പരീക്ഷ CBT 2ൻ്റെ ഡേറ്റ് കഴിഞ്ഞ ആഴ്ച അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർച്ച് മാസം 19-ാം തീയതി. മാർച്ച് 19-നാണ് ടെൻറ്റേറ്റീവ് ഡേറ്റ് ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇനി ഏകദേശം ഒരു മാസത്തിൽ താഴെ എക്സാമിനുള്ളൂ. അപ്പോൾ ആദ്യം റെയിൽവേൻ്റെ രണ്ടാം ഘട്ട CBT 2ൻ്റെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ 2 സെക്ഷനായിട്ടാണ് എക്സാം ഉണ്ടാവുക. 1.5 മണിക്കൂർ 1 മണിക്കൂർ, അങ്ങനെ ടോട്ടൽ 2.5 മണിക്കൂറാണ് എക്സാം. ആദ്യത്തെ 1.5 മണിക്കൂർ 100 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അതിൽ 1/3 നെഗറ്റീവ് മാർക്ക്. സെക്ഷൻ A ആണ് റാങ്ക് മേക്കിംഗ് സെക്ഷൻ. അതായത് ഈ 100 മാർക്കിൽ എത്രയാണോ കിട്ടുന്നത് അതാണ് ഫൈനൽ റാങ്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ട്രേഡാണ്. നമ്മളെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഫിറ്റർ, അതേപോലത്തെ ട്രേഡുകൾ. അത് 60 മിനിറ്റ് 75 ക്വസ്റ്റ്യൻ ആണ്. ഇതെന്തല്ല, ഇതിൽ കിട്ടുന്ന മാർക്കുകൾ ഫൈനൽ റാങ്കിങ്ങിന് വേണ്ടി എടുക്കില്ല. 35% ആണ് മിനിമം ക്വാളിഫയിങ് മാർക്ക്. അതായത് 75-ന് 35% എന്ന് പറയുമ്പോൾ ഏകദേശം 28 മാർക്ക് ഉണ്ടെങ്കിൽ എന്തായി, സെക്ഷൻ B ക്വാളിഫൈ ആയി. സെക്ഷൻ B ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് സെക്ഷൻ Aയിൽ കിട്ടുന്ന മാർക്ക് റാങ്കിങ്ങിന് വേണ്ടിയിട്ട് ഓപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ 100-ൽ കിട്ടുന്ന മാർക്കാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ 3 സെക്ഷൻ സബ്ജക്റ്റാണുള്ളത്: മാത്സ്, റീസണിങ്, ബേസിക് സയൻസ്. അപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത് അവസാനമായിട്ട് നടന്ന CBT 2 റെയിൽവേ ALPൻ്റെ 2019. 2019 3 ദിവസമായിട്ടാണ് CBT 2 നടന്നത്. അതിലെ 3 ഷിഫ്റ്റ് വെച്ചിട്ട് 9 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഈ 9 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെയും ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിലെ ഓരോ സബ് ടോപ്പിക്കുകളിൽ എത്രയൊക്കെ ക്വസ്റ്റ്യൻ വന്നു ഓരോ ഷിഫ്റ്റിലും. ഇപ്പോൾ ഇവിടെ 3 എന്ന് കാണിക്കുന്നത് യൂണിറ്റ് ആൻഡ് ഡയമെൻഷന് ആദ്യത്തെ ദിവസത്തെ ഫസ്റ്റ് ഷിഫ്റ്റിൽ 3 ക്വസ്റ്റ്യൻസ് വന്നു. അപ്പോൾ അങ്ങനെ സോർട്ട് ചെയ്ത് വെച്ച ഒരു ടേബിളാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് എന്ത് മനസ്സിലാവും, ഓരോ ടോപ്പിക്കും എത്ര ഇമ്പോർട്ടൻ്റ് ആണ് കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇവിടെ 9 ഷിഫ്റ്റിലെയും ആവറേജ് ഒരു നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 2, 4. അതായത് യൂണിറ്റ് ആൻഡ് ഡയമെൻഷന് ഏകദേശം 2 ക്വസ്റ്റ്യൻ വരെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്രാവശ്യം കുറച്ച് ബേസിക് സയൻസിൻ്റെ മൊത്തത്തിൽ ആവറേജ് വെയിറ്റേജ് കൂടിയിട്ടുണ്ട് GKൻ്റെ ടോപ്പിക്ക് കൂടി വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഈ ടോപ്പിക്കുകളിൽ എക്സ്ട്രാ പ്രതീക്ഷിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു എററാണ്, ഇത് 8 അല്ല, ഇത് 4 ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 5 ക്വസ്റ്റ്യനിൽ കൂടുതൽ ചോദിച്ചിട്ടുള്ള 2 പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ: ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ, ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇനിയുള്ള പ്രിപ്പറേഷനിൽ വെയിറ്റേജ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഈ 2 ടോപ്പിക്കുകളാണ്, ഇലക്ട്രിസിറ്റിയും ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചറും. അതിൽ ഇലക്ട്രിസിറ്റി കുറച്ച് വലിയ ടോപ്പിക്കാണ്. ഈ 2 ടോപ്പിക്കുകൾ ഇതിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, 7 മുതൽ 8 ക്വസ്റ്റ്യൻ വരെ ഒരു സിംഗിൾ ഷിഫ്റ്റിൽ ഒരു പേപ്പറിൻ്റെ അകത്ത് 7 or 8 ക്വസ്റ്റ്യൻ വരെ ചോദിച്ചിട്ടുണ്ട്, ഇലക്ട്രിസിറ്റിയും ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചറും. അപ്പോൾ ഇത് രണ്ടും പ്രധാനപ്പെട്ട 2 ടോപ്പിക്കുകളാണ്. അടുത്ത ആവറേജ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 4 ക്വസ്റ്റ്യനിലധികം ചോദിക്കാൻ സാധ്യതയുള്ളത് മാസ്, വെയിറ്റ് ആൻഡ് ഡെൻസിറ്റി, അതുപോലെ വർക്ക്, പവർ, എനർജി. ഈ 2 ടോപ്പിക്കുകളും 5 or 4 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന 2 ടോപ്പിക്കുകളാണ്. അതുപോലെയുള്ള ഇനി 2 ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് പ്രൊജക്ഷൻ എന്നുള്ളതും ലിവർ ആൻഡ് പുള്ളി. ഈ 2 ടോപ്പിക്കുകളൊന്നും നോക്കിക്കഴിഞ്ഞാൽ 4 അല്ലെങ്കിൽ അതുപോലെ കമ്പാരിറ്റീവ്ലി കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ട ടോപ്പിക്കുകളാണ്. അപ്പോൾ ബേസിക്കലി മാത്സ്, റീസണിങ്ങിനേക്കാൾ ഫൈനൽ പ്രിപ്പറേഷന് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. അതിൽ തന്നെ ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും, ചില ടോപ്പിക്കുകൾ എൻവയോൺമെൻറ്റ്, സിംബോളിക് റെപ്രസെൻറ്റേഷൻ, അതൊക്കെ ചില ഷിഫ്റ്റുകളിൽ ക്വസ്റ്റ്യനേ ഇല്ല. വന്നാൽ തന്നെ 1 മാക്സിമം 2 അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ളൂ. എൻവയോൺമെൻറ്റ് കുറച്ച് റെയറായിട്ട് 4 ക്വസ്റ്റ്യൻ വരെ ചോദിച്ചിട്ടുണ്ട്, എന്നാൽ പോലും അത് ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാണെന്ന് സ്വയം നോക്കാം. അതുപോലെ തന്നെ ഈ മേലെ നിന്നുള്ള ആദ്യത്തെ കുറച്ച് ടോപ്പിക്കുകൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇലക്ട്രിസിറ്റിയും ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ, പിന്നെ ലെയ്ത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്, പിന്നെ മാസ്, വെയിറ്റ് ആൻഡ് ഡെൻസിറ്റി, വർക്ക്, പവർ, എനർജി. പിന്നെ ഇതിൽ ആവറേജ് വരുന്ന ടോപ്പിക്കുകൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതാണ് ബേസിക് സയൻസിൽ. പിന്നെ വരുന്നതാണ് രണ്ടാമത്തെ സെക്ഷൻ മാത്സ്. മാത്സിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും, വലിയ വ്യത്യാസമില്ല.
ബേസിക് സയൻസിലാണെങ്കിൽ ആദ്യത്തെ കുറച്ച് 50ഉം 40ഉം ഒക്കെ ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ ഇവിടെ അറൗണ്ട് 20ൽ താഴെയാണ് എല്ലാ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ആകെ 2 ടോപ്പിക്കുകൾ വലുത് നമ്പർ സിസ്റ്റവും ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസും. അവിടെയാണ് ആവറേജ്. അപ്പോൾ ഇതിൽ വരുന്ന കുറച്ച് ടോപ്പിക്കുകൾ പ്രധാനമായിട്ടുള്ളത് നോക്കുക. മാത്സിൻ്റെ കാര്യത്തിൽ ഇതിൽ ഒരുപാട് നമുക്ക് ഫൈനൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എടുക്കാനില്ല. റീസണിങ് അതുപോലെ തന്നെയാണ്. കോഡിങ്, ഡീകോഡിങ്, ഇവിടെ വരുമ്പോൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടോപ്പിക്കുകൾ ഇതും അതുപോലെ തന്നെയാണ്. 2019 നടന്ന എക്സാമിൻ്റെ റീസണിങ്ങിൻ്റെ ടോപ്പിക് വൈസ് വെയിറ്റേജ് അനലൈസ് ആണ്.